സംസ്ഥാനത്തിൻ്റെ പരിമിതമായ വരുമാനവും കടമെടുത്ത തുകയും ജനക്ഷേമത്തിനും നാട് നന്നാക്കാനും വികസന ഇതിനും ചെലവാക്കാതെ ഇവിടെ ആഡംബരത്തിനും ധൂർത്തിനും ചെലവാക്കി ഈ നാടിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കാവുന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. ഇവിടെ ഈ നമ്മുടെ ഇപ്പോൾ ഈ മന്ത്രിമാരും നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും ഒക്കെ നമ്മുടെ ധനകാര്യ മാനേജ്മെന്റിനെ പറ്റി പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ഗവൺമെന്റ് പ്രസിൽ നോട്ട് അച്ചടിച്ച് ഇവിടെ കൊണ്ടുവന്ന ട്രഷറി കൊണ്ടുവന്ന വിതരണം നടത്തുന്ന പരിപാടിയല്ലേ, പിന്നെ നിങ്ങൾ എന്തിനാ ഇതൊക്കെ പറയണമെന്നില്ല ചോദിക്കുന്നത്. അങ്ങനെയാണ് ഇവരൊക്കെ ധരിച്ചു വെച്ചേക്കുന്നത്. അല്ലാതെ ലക്ഷക്കണക്കിന് ആളുകൾ ചെറിയ ഫീസായിട്ടും വരുമാനമായിട്ടും ടാക്സ് ആയിട്ടും പിരിക്കുന്ന തുക കടമെടുത്ത തുകയുമാണ് സർക്കാരിൻ്റെ ഇതിനു വേണ്ടി ചെലവാക്കുന്ന ഒരു ധാരണയോടുള്ള ആരെങ്കിലും ചെലവാക്കുന്നുണ്ടോ? ഇവിടെ മന്ത്രിമാർക്ക് MLA-മാർക്ക് ബാക്കിയുള്ളവർക്കൊക്കെ പരിധിയില്ലാത്ത മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് മേടിക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നേരത്തെ ഒരാളോട് മേടിച്ച ഏതാണ്ട് 190 ലക്ഷം രൂപയാണ് ഒരു മെഡിക്കൽ ബില്ല് മേടിച്ചിരിക്കുന്നത്, ഒരു ട്രീറ്റ്മെന്റിന് ഒരു MLA അല്ലെങ്കിൽ ഒരു മന്ത്രി മേടിച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടില് പിന്നീട് ഇവിടെ ഇപ്പോ IAS ഉദ്യോഗസ്ഥർക്ക് പോലും പിന്നീട് ഈ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഇല്ല. അതേസമയത്ത് മന്ത്രിയുടെ ഓഫീസിൽ മന്ത്രിയുടെ കൂടെ നടക്കുന്നവന്മാർക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള നിയമിക്കുന്നവർക്ക് 2 വർഷം 2.5 വർഷം കഴിഞ്ഞാൽ ലൈഫ് ലോങ് മിനിമം പെൻഷൻ കൊടുക്കുന്നു. ലോകത്ത് എവിടെയുണ്ട്? ഇതുപോലെ ഏതെടുത്തു കഴിഞ്ഞാലും, അതായത് ഈ സർക്കാരിന്റെ പണം ജനങ്ങളുടെ പണമാണ്, അത് വളരെ സൂക്ഷിച്ച് ചെലവാക്കണമെന്നുള്ള ഒരു ചിന്താഗതി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മേഖലയിലുള്ള ആളുകളെ കാണാൻ കഴിയുന്നില്ല. പിന്നെ ഇവിടെ ഇപ്പോൾ ഈ 5 വർഷത്തിലുള്ള ശമ്പള പെൻഷൻ പരിഷ്കരണമാണ് ഈ ഇതിനെ മുഴുവനും നമ്മുടെ ഈ ധനസ്ഥിതി മുഴുവനും നശിപ്പിച്ചതിന്റെ അടിസ്ഥാന കാരണമെന്ന് ഞാൻ പറയും, നമ്മൾ പറയും. പക്ഷെ അതിലൊരു മാറ്റം വരുത്താനായിട്ട് തയ്യാറല്ല. ഈ ഞങ്ങൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റിയിലായിരുന്നപ്പോൾ 2012 ഞങ്ങൾ കൊടുത്ത ഒരു ശുപാർശയാണ്, നമ്മുടെ ഇന്നത്തെ ധനസ്ഥിതി വെച്ച് 5 വർഷത്തിലുള്ള ശമ്പള പെൻഷൻ പരിഷ്കരണത്തിന് ഇതില്ല. അതുകൊണ്ട് 10 വർഷത്തിലൊരിക്കൽ, കേന്ദ്ര സർക്കാർ 10 വർഷത്തിലൊരിക്കലാണല്ലോ ശമ്പള പെൻഷൻ പരിഷ്കരിക്കുന്നത്, അതുപോലെ ഇവിടെ പരിഷ്കരിക്കണമെന്ന് പറഞ്ഞു. എന്തൊരു ബഹളമായിരുന്നു അറിയാം. ആ റിപ്പോർട്ടിനെ ഇവിടെ കൊണ്ടുപോയി പിറ്റേ ദിവസം മുഴുവൻ ഇവിടെ കൊണ്ടുപോയി കത്തിച്ച് എന്ത് ബഹളമായി. ഞങ്ങളെയൊക്കെ ഇനി പറയാനുള്ള അധിക്ഷേപം മുഴുവനും നടത്തി. അന്നത്തെ ധനമന്ത്രി അന്നത്തെ മുഖ്യമന്ത്രി ഒരാഴ്ച തൊട്ടേ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഞങ്ങൾ നടപ്പിലാക്കുന്ന പ്രശ്നമേ ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞങ്ങൾ ഈ പിന്നീട് സ്വപ്നം കണ്ടുകൊണ്ട് പറഞ്ഞല്ല. അതായത് സംസ്ഥാനത്തിന്റെ വരുമാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചെലവ് എന്താണ്? ശമ്പളം, പെൻഷൻ, പിന്നെ അതോടൊപ്പം തന്നെ പ്രൈവറ്റ് എയ്ഡഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന ഗ്രാന്റ്, 3 ഐറ്റം. ഇതിലൊരു നിയന്ത്രണം കൊണ്ടുവരാതെ നമുക്ക് മുന്നോട്ട് പോകാനൊക്കില്ല. അതിലൊരു നിയന്ത്രണം എങ്ങനെ കൊണ്ടുവരാം? ഈ 5 വർഷത്തുള്ള ശമ്പള പെൻഷൻ 10 വർഷമാക്കുക. 10 വർഷത്തിലൊരിക്കലാവുമ്പോൾ കുറച്ചുകൂടെ ഒരു സ്പേസ് കിട്ടും, കാര്യങ്ങൾ മെച്ചമാക്കാൻ നോക്കും. എന്തൊരു ബഹളമായിരുന്നു. ഞങ്ങളിവിടെ പണ്ട് മുതലേ സമരം ചെയ്ത് ഞങ്ങൾ നേടി വലിയ നേട്ടത്തിന് ഇവിടെ ചില പിന്തിരിപ്പന്മാർ വന്ന കമ്മിറ്റി വന്ന് ഇങ്ങനെ പറയുന്നു, അങ്ങനെ പറയുന്നു, എന്തെല്ലാം ബഹളം. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഇപ്പൊ ഒരുത്തൻ വാതർക്കാൻ ഏതെങ്കിലും ഒരുത്തൻ, ഈ രാഷ്ട്രീയ നേതാവ് ഒരുത്തനെങ്കിലും ഇതിനെപ്പറ്റി ഇന്നത്തെ ഇത്രയും തകർന്നു കിടക്കുന്ന ഈ ധനസ്ഥിതിയെ പറ്റി പറയാൻ ധൈര്യമുണ്ടോ? ഒരുത്തന് ഒരു വാക്ക് പറയാൻ ധൈര്യമുണ്ടോ? അല്ലെങ്കിൽ അവന്മാർക്ക് എന്തെങ്കിലും ഒരു ആൾട്ടർനേറ്റീവ് പറയാനുണ്ടോ? അപ്പൊ അത്രയും സ്ഥിതിയിലേക്ക് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെ മുഴുവനും നശിപ്പിച്ച് നാമാവശേഷമാക്കി. ഞാനൊരു കാര്യം കാണുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ 5 ലക്ഷം പേര് സർക്കാർ മേഖലയിൽ ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ. അവരിൽ ആരെങ്കിലും ഒരാള് ഇത്രയും ശമ്പളം ഞങ്ങൾക്ക് തരാനായിട്ടുള്ള, അല്ലെങ്കിൽ 5 വർഷത്തിലുള്ള ശമ്പള പരിഷ്കരണം നടത്താനായിട്ടുള്ള പണം ഉണ്ടോ എന്ന് ചോദിക്കാനോ, അല്ലെങ്കിൽ ഒരു ട്രേഡ് യൂണിയനെങ്കിലും ചോദിക്കാനായിട്ടുള്ള തന്റെ ഇടമുള്ള വരുത്തനുണ്ടോ? എവിടെ നിന്നാണ് ഇത് വരുന്നത്? കറൻസി നോട്ട് പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നതാണോ? അപ്പൊ ഈ നിലയിൽ അതാ ഞാൻ പറഞ്ഞ, അതായത് ഇവിടെ ഇപ്പൊ നടക്കുന്ന പറഞ്ഞു കഴിഞ്ഞാല് ധനധൂർത്ത് രാഷ്ട്രീയമാണ്. നമ്മളിപ്പോ കമ്മ്യൂണിസം എന്നും സോഷ്യലിസം എന്നൊക്കെ പറയുന്നില്ലേ, അതിന്റെ വേറൊരു ഇസമാണ്. ഇപ്പൊ സർക്കാരിന്റെ പണം പിന്നീട് അധികാര സ്ഥാനത്തിരിക്കുന്നവർ എങ്ങനെയെങ്കിലും അടിച്ച് അവരുടെ സുഖമായിട്ട് ജീവിക്കുക എന്നുള്ള ഒറ്റ പരിപാടി. എത്ര ഉദാഹരണം വേണമെങ്കിലും ഞാൻ പറയാം. ആഡംബരം. ഇവിടെ ജില്ലാതല ഉദ്യോഗസ്ഥന്മാർ വരെ ടയോട്ട ഇനോവയിലല്ലേ സഞ്ചരിക്കുന്ന. ലോകത്തെവിടെ സഞ്ചരിക്കും ഇങ്ങനെ? ജില്ലാതല ഉദ്യോഗസ്ഥന്മാർ വരെ ടയോട്ട ഇനോവയിലാണ്. അത്ര വലിയ പണമുള്ള ഒരു നാടാണോ? ഇവിടെ 42% ആളുകളും BPL കുടുംബങ്ങളല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ നാട്ടിൽ. അപ്പൊ നമ്മളിപ്പോ എന്നിട്ട് പറയും
ലോകത്തിന് സമാനതയില്ലാത്ത വികസനമാണ് ഇവിടെ നടക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു 4-5 എണ്ണത്തിന് അല്ലെങ്കിൽ കുറെ പരസ്യവും ദിവസവും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും വലിയ ഒരു തകർച്ച നടക്കുന്ന ഒരു കാലം വേറെ ഇല്ല. അതിൻ്റെ അടിസ്ഥാന കാരണം ഈ ധനധൂർത്ത രാഷ്ട്രീയമാണ്. ഈ ധനധൂർത്ത രാഷ്ട്രീയത്തിൽ നിന്ന് ഇവർ മാറുമോ? അല്ലാതെ ഈ നമ്മുടെ ഇപ്പൊ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് നടക്കുന്ന ഇത്ര ആളുകളുണ്ടല്ലോ, അവരെന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? അവരൊരു വരുമാന മാർഗമുണ്ടോ? പിന്നെ എങ്ങനെ ഇവർ ഇത്രയും സമർത്ഥമായിട്ട് ജീവിക്കുന്നു? 1-2 പേരല്ല, ലക്ഷക്കണക്കിന് ആളുകളല്ലേ ഈ രാഷ്ട്രീയം ഒന്നും പറഞ്ഞ് നടന്ന് ജീവിക്കുന്ന. എങ്ങനെ ജീവിക്കുന്നു അവര്? എവിടെ നിന്ന് അവർക്ക് പണം കിട്ടുന്നു? അപ്പോ ഈ ധനധൂർത്ത രാഷ്ട്രീയം നടത്തി എങ്ങനെയെങ്കിലും സർക്കാർ ഈ ജനത്തിന്റെ പണം എങ്ങനെയെങ്കിലും കൊള്ള ചെയ്ത് സുഖമായിട്ട് ജീവിക്കാം എന്നുള്ള ഒരു പ്രസ്ഥാനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മുമ്പോട്ട് പോവില്ല, അത് നിൽക്കും, അത് ഇടിച്ചു നിൽക്കാതെ പറ്റില്ല. ആ സ്ഥിതിയിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്.